നമസ്കാരം. SNDP യോഗം നെല്ലിമറ്റം ശാഖയുടെ കീഴിലുള്ള കുടുംബ യൂണിറ്റുകളുടെ കുടുംബ സംഗമം കുറുങ്കുളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തി. ശാഖാ പ്രസിഡന്റ് PK ഷാജന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമം കോതമംഗലം യൂണിയൻ ജനറൽ സെക്രട്ടറി PA സോമൻ ഉദ്ഘാടനം ചെയ്തു. യോഗം കൗൺസിലർ ഷീബ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി മിനി രാജീവ്, മുൻ ശാഖാ കമ്മിറ്റി അംഗം ME ദിവാകരൻ, കുടുംബസംഗമം കൺവീനർ മനോജ് ഗോപി, ചെയർമാൻ VM ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു. ശാഖാ കമ്മിറ്റി അംഗം ME ദിവാകരൻ സ്വാഗതവും ശാഖാ വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത് നന്ദിയും പറഞ്ഞു. അറിയാൻ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. ശാഖാ കമ്മിറ്റി ഉണ്ടെങ്കിലും എല്ലാ വീടുകളിലും കയറി വനിതകളെ നിർത്തിയത് അറിയിച്ചോളൊന്നുമില്ല. അപ്പൊ ഇത് അറിയണമെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ, വനിതാ സംഘത്തിന് ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അവര് ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു ക്ലാസ് നടക്കണം, ഒരു കോഴ്സ് നടക്കണം, അതിനകത്തേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഇപ്പൊ നിരവധി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. SNDP യോഗത്തിന്റെ, എംപ്ലോയീസ് ഫോറത്തിന്റെ, പെൻഷൻസ് ഫോറത്തിന്റെ ഒക്കെ നേതൃത്വത്തില് കുട്ടികൾക്ക് നിരവധി കോച്ചിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ IAS തലപ്പത്തിൽ വരെ കടത്തിക്കൊണ്ടുപോകാൻ മാത്രമുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ ശാഖയായി ബന്ധപ്പെട്ട് ശാഖയുടെ കുടുംബ യൂണിയൻ, ശാഖയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പരിശോധിച്ച് അങ്ങനെ പോയാലേ അറിയുള്ളൂ. അല്ലെങ്കിൽ ആരും അറിയുന്നില്ല. കാരണം ശാഖയിലേക്ക് തന്നെ വല്ലപ്പോഴും വരുന്നത്. ശാഖാ സെക്രട്ടറി എല്ലാ വീടുകളിലും കയറി ഈ കാര്യം പറയാനൊന്നും പ്രായോഗികമല്ല. അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ഗ്രൂപ്പ് വഴിയൊക്കെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് വനിതാ സംഘത്തിന്റെ ഗ്രൂപ്പ്, പ്രത്യേക ഗ്രൂപ്പ്, യൂത്ത് മൂവ്മെന്റിന്റെ ഗ്രൂപ്പ്, ശാഖ ഗ്രൂപ്പ്, അങ്ങനെ ആ തലത്തിലേക്ക് നമുക്ക് ഈ പരിപാടികൾ മാറ്റി ശാഖയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു ക്രമീകരണം. നമുക്കറിയാം, ഇപ്പോൾ ശാഖയുടെ വലിയ കുഴപ്പമില്ലാതെ ശാഖ പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ കമ്മിറ്റികളും ഉണ്ടെങ്കിൽ, ഞാനിവിടെ എല്ലാ ശാഖകളും വിളിച്ച് പറഞ്ഞാണ് എംപ്ലോയീസ് ഫോറത്തിന്റെ കമ്മിറ്റി എടുക്കണം.